സോഷ്യൽ മീഡിയകളിലെ എത്രയോ കുറിപ്പുകൾ നമുക്ക് മുന്നിലൂടെ അല്ലേ, നമ്മുടെ കണ്ണിന് മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. എന്തൊക്കെ അഭിപ്രായ പ്രകടനങ്ങളാണ്, മനോഹരമായ നിരീക്ഷണങ്ങൾ അല്ലേ. ഒരുപാട് കമൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. കൂട്ടത്തിൽ ഈ പറയുന്ന പോലുള്ള എന്താ പറയുക ആളുകളുടെ ചോദനകൾ, ഈ തരത്തിലുള്ള ചിന്തകൾ, അങ്ങനെ എന്തെല്ലാം. 35 കഴിഞ്ഞ ആളുകളുടെ വേപതുക്കൾ അതിലൂടെ ഞാനും കടന്നുപോയി കേട്ടോ. ഇനി മുതൽ ജീവിതത്തിൽ പല വഴികളിലും വെച്ച് കണ്ടുമുട്ടുന്ന അവസ്ഥകൾ, ആദ്യമൊക്കെ അതൊരു തോന്നലാണെന്ന് ഒരു പക്ഷേ നമ്മൾ നിസ്സാരവൽക്കരിച്ചേക്കാം. കഴിഞ്ഞ ദിവസത്തെ തണുപ്പ് കൊണ്ടിട്ടല്ല മുട്ടുവേദനയെന്ന് ഒരു മാസത്തിനപ്പുറവും അത് തുടരുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. പകലുകൾ രാത്രികളിലേക്ക് പതിയെ തോണിയിറക്കുന്ന സന്ധ്യാനേരം പോലെ നിങ്ങളും ജീവിതത്തിലെ ഈ സന്ധ്യാനേരത്തെ എത്രമാത്രം ഉൾക്കാഴ്ചയോടെ സ്വീകരിക്കുന്നുണ്ട്. സത്യത്തിൽ 35 കഴിയുന്നതോടെയാണോ? പക്ഷേ അങ്ങനെയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 45ഓ 55ഓ ഒക്കെ ശേഷമാവാം യുവത്വം നിങ്ങളെ വിട്ടുപോയോ എന്നുള്ള തോന്നലിലേക്ക് നിങ്ങൾ വഴിമാറുന്നത് അല്ലേ. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. പക്ഷേ നമ്മുടെ കഥാകൃത്ത് പറയുന്നത് മറ്റൊന്നാണ് കേട്ടോ. ആ വരികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നാളെ പോകാമെന്ന് പറഞ്ഞൊരു യാത്ര, ഒന്നിച്ചവധി കിട്ടുമ്പോൾ പോകാമെന്ന് പറഞ്ഞ ഹോട്ടലുകൾ, ഒരു വർഷം മുൻപും നിങ്ങൾ നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ച പലതും, ഇനിയും പൂർത്തിയാവാത്ത സ്വപ്നങ്ങളുടെ തടിപ്പെട്ടിയിൽ അടഞ്ഞു കിടപ്പില്ലേ. പലതുണ്ടല്ലേ. തീർച്ചയായിട്ടും പലർക്കും പല കാര്യങ്ങളും ഇതുപോലെ പിന്നീട് പറയാമെന്ന് പറഞ്ഞ കാര്യങ്ങളും പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ പിന്നീട് പോകാമെന്ന് കരുതിയ സ്ഥലങ്ങളും അങ്ങനെ അല്ലേ. അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ കാണും. പണ്ട് നിങ്ങൾ ആരാധനയോടെ മാത്രം കണ്ടിരുന്ന സൗരവ് ഗാംഗുലിയും മാത്യു ഹെയ്ഡനും ഇർഫാൻ പത്താൻ പോലും കമൻ്ററി ബോക്സുകളിലേക്ക് ഒതുങ്ങിക്കഴിഞ്ഞു. അവരവരുടെ സ്ഥാനം പുനർനിർവചിച്ചു കഴിഞ്ഞു. കോഹ്ലിയും രോഹിത് ശർമ്മയും വിരമിക്കാത്തത് എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ പോലും ചോദിക്കുന്നുണ്ടല്ലേ. എന്തായാലും എന്നും കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ കുറേ മനുഷ്യർ ഇന്നലകളിൽ നമ്മെ വിട്ടുപോയി, അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ഈ ഭൂമി വിട്ടുപോയി. അമ്മച്ചിയുടെ കല്യാണ ദിവസം എങ്ങനെയായിരുന്നു എന്ന് അമ്മയോട് ചോദിക്കാൻ, അല്ലെങ്കിൽ ഉമ്മയോട് ചോദിക്കാൻ അടുത്ത അവധിക്കാലത്തേക്ക് മാറ്റിവെച്ചത് അങ്ങനെ തന്നെ മനസ്സിൽ ഇന്നും തുടരുന്നു. ഇനിയിപ്പോൾ അത് ചോദിക്കാൻ അമ്മ ജീവിച്ചിരിപ്പില്ലല്ലോ. ഓടിയവർ നടക്കാൻ കിതക്കുന്നു, നടന്നവർ പതിയെ 4 ചുവരുകൾക്കുള്ളിൽ കിടന്നു പോകുന്നു. നിങ്ങൾക്കൊപ്പമുണ്ടായിരുന്നൊരു തലമുറ ഭൂമിയിൽ നിന്ന് മാഞ്ഞേ പോകുന്നു. ജോലി ചെയ്യുന്നിടത്തും പൊതുവിടങ്ങളിലും നിങ്ങളെക്കാളും ചെറുപ്പമായവർ എണ്ണത്തിൽ കൂടി വരുന്നു. നിങ്ങളുടെ ചുറ്റോട് ചുറ്റും ഈ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? എന്തായാലും നിങ്ങൾ അല്പം മുന്നേ നടന്നുപോയ കാലങ്ങളെപ്പറ്റി ഏതോ ദിനോസർ യുഗത്തിലെന്നോണം ഓർത്തെടുക്കുകയാണോ? അരികിൽ നിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ അല്പം മുൻപേ ആയിരുന്നില്ലേ എന്ന് ആശ്ചര്യപ്പെടുന്നു അല്ലേ. നമ്മൾ കഴിഞ്ഞു പോയോ എന്നുള്ള ആശങ്ക യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു. ചാനലുകളുടെ റിപ്പോർട്ടിംഗ് ചെയ്യുന്ന പിള്ളേരൊക്കെ സ്കൂൾ കുട്ടികളെപ്പോലെ വർത്തമാനം പറയുന്നത് കേട്ട് കൊച്ചുവായിലെ വലിയ വർത്തമാനം എന്ന് ചിന്തിച്ച മധ്യവയസ്കനിലും അപ്പുറമായോ ഞാൻ? അബ്ദുൽ കലാമും അടൽ ബിഹാരി വാജ്പേയിയും ഹാൻസി ക്രോണിയയും ഷെയ്ൻ വോണും ശ്രീവിദ്യയും ഒടുവിലുണ്ണികൃഷ്ണനും KPAS ലളിതയും SBBയും കലാഭവൻ മണിയുമൊക്കെ കാലയവനികൾക്കുള്ളിലേക്ക് മറഞ്ഞു പോയിരിക്കുന്നു. മുടിയിഴകളിൽ കറുപ്പ് എണ്ണത്തിലേറുമ്പോൾ ഡൈ എന്നൊരു ഉൽപ്പന്നത്തിൻ്റെ കൂടി ഉപഭോക്താവാകുന്ന എന്നെ എനിക്ക് സങ്കല്പിക്കാനേ കഴിയുന്നില്ല. കാരണം ഞാൻ ഡൈ അടിക്കില്ല എന്ന് ഞാൻ പണ്ടേ തീരുമാനിച്ചതാണ് അല്ലേ. പക്ഷേ ആ തീരുമാനം 35കൾക്ക് ശേഷം മാറ്റാൻ ഞാൻ നിർബന്ധിതനാവുന്നു എന്നുള്ളതാണ്. അതൊരു പക്ഷേ 45-ലാവാം, 55കളിലേക്കാവാം. എന്തായാലും അപ്പന് വാങ്ങി കൊടുത്തിരുന്ന എന്താ പറയുക ഒരു ഡിപ്രഷൻ ഫീലിംഗ് ഉള്ള ചെക്കിൻ്റെ ഷർട്ടുകൾ എനിക്കും ചേർച്ച തുടങ്ങി അങ്ങനെ വരുന്ന കാലം. കാരണം നമ്മുടെ ടേസ്റ്റുകൾ അത് ആഹാരത്തിലും മരുന്നുകളിൽ അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിങ്ങുകളിലെല്ലാം പ്രകടമായി തുടങ്ങുന്ന കാലം. മഞ്ഞ വെളിച്ചം വീണാലും വണ്ടി പറത്തിക്കൊണ്ട് സിഗ്നൽ കടക്കാമെന്ന ധൈര്യമൊക്കെ കുറഞ്ഞു തുടങ്ങുന്നു. അവിടെ മഞ്ഞ കത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇടവിട്ട്
3 തവണ മഞ്ഞ കത്തുമ്പോൾ ആ ഗ്യാപ്പിൽ സിഗ്നൽ കടന്നു പോകാമെന്ന് കരുതി നമ്മൾ പലരും ഇത് നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാട്ടോ. അങ്ങനെ ആ ഒരു ധൈര്യത്തിൽ നമ്മൾ കടന്നുപോയ ആളുകളുണ്ടാവാം. പക്ഷേ ആ ധൈര്യമൊക്കെ കുറഞ്ഞു തുടങ്ങുന്നു. ഓവർടേക്ക് ചെയ്യാമെങ്കിലും മുന്നിലെ വണ്ടിക്കാരന് ഹൃദയമിടിപ്പുണ്ടാകാതെ കുറച്ചുകൂടി പിന്തുടരാമെന്ന് മനസ്സ് ആ തരത്തിലേക്ക് ചിന്തിക്കുന്നു. വാശി കാണിച്ചിരുന്ന മനുഷ്യരോടൊക്കെ എന്തിനായിരുന്നു അതെന്ന് ഓർക്കാൻ പോലും കഴിയാതെ മറവി പടർന്നു കയറുന്നു. നമ്മൾ പലരോടും ഉള്ളിൽ ഈർഷ്യയും ഈഗോയും കാണിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ അതെന്തിനായിരുന്നെന്ന് പോലും നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. ആരെങ്കിലുമൊക്കെ ചെയ്തു കൊള്ളുമെന്നോർത്ത് മടി പിടിച്ചിരുന്ന പലതും തീർത്തേ തീരൂ എന്ന ലിസ്റ്റിലിരുന്ന അവസാന ദിവസം അങ്ങനെ നമ്മളെ ഇത് ചെയ്തേ മതിയാവൂ എന്നുള്ള തരത്തിലേക്ക് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? MS സുബ്ബലക്ഷ്മി ഇത്രയും നീളമുള്ള കൗസല്യ സുപ്രഭാതം എങ്ങനെ പാടിയെന്ന് അമ്പരപ്പിക്കുന്ന തരത്തിൽ ആ വരികളൊക്കെ നമ്മൾ ഹൃദ്യസ്ഥമാക്കിയിരിക്കുന്നു. ഈ ചെറുപ്പത്തിൽ സത്യത്തിൽ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് പാഠഭാഗങ്ങളൊക്കെ പഠിച്ചിരുന്നത്. പക്ഷേ പക്വതയായി ആർജിക്കുന്നതോടുകൂടി പഠനം എത്രമേൽ ഈസിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളത് ഉൾക്കൊള്ളുന്നു അല്ലേ? ഒരു തവണ അല്ലെങ്കിൽ ഒരാവർത്തി വായിച്ചാൽ പോലും ആശയങ്ങളെ മുഴുവൻ നമുക്ക് സ്വാംശീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ജീവിതാനുഭവങ്ങളുടെ തീച്ചൂളയിലൂടെ നമ്മൾ കടന്നു പോകുന്നു. എന്തായാലും വല്ലാത്തൊരു കാലം, ആ കാലം അല്ലെങ്കിൽ അസ്തമന കാലം അതടുക്കുന്നു. അടക്കാനാവാത്ത ദേഷ്യം തോന്നി പണ്ടൊക്കെ അലറി വിളിക്കുമായിരുന്ന നമ്മൾ 2 or 4 കുഞ്ഞിക്കണ്ണുകൾ നിങ്ങളെ കണ്ടു വളരുന്നുവെന്ന ഓർമ്മയിൽ ആ കോപമൊക്കെ അടക്കാൻ പഠിക്കുന്നു. തീർച്ചയല്ലേ? പനി പിടിച്ചാൽ അവധിയെടുത്ത് ചുക്കുകാപ്പിയും കുടിച്ച് മഴ കണ്ടിരുന്ന ഞാനൊക്കെ സിക്ക് ലീവ് കൂട്ടണ്ട എന്നും പറഞ്ഞ് എന്നെ എടുത്തുകൊണ്ട് ജോലിക്ക് പോകുന്നു. നാം നമ്മളെ തന്നെ ഒരു ഉപകരണമായി ശീലിച്ചു തുടങ്ങുന്ന കാലം, വല്ലാത്ത കാലം. എന്തായാലും വർണ്ണപ്പകിട്ട് റിലീസായിട്ട് 28 വർഷം കഴിഞ്ഞെന്ന് തിരിച്ചറിയുമ്പോൾ മണിച്ചിത്രത്താഴും സന്ദേശവുമൊക്കെ 30 വർഷം മുന്നേ ഇറങ്ങിയ സിനിമകളാണെന്ന കണക്ക് കാണുമ്പോൾ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് കണ്ട് ആസ്വദിച്ച ആ സിനിമകൾ ഇന്നും നിലനിൽക്കുന്നു എന്നറിയുമ്പോൾ ഈ പടമൊക്കെ കണ്ട് എഴുന്നേറ്റോ ഞാൻ എന്ന ഒരു മതിഭ്രമത്തിൽ നമ്മൾ അകപ്പെടുന്നു. എന്തായാലും എൻ്റെ തുറുപ്പ് ചീട്ടുകളായിരുന്ന പലതും നാളെ ഇയാൾ ഇതെന്നാ ഈ കാണിക്കുന്നത് എന്ന ഘട്ടത്തിൽ വരും. തീർച്ചയായിട്ടും നമ്മൾ കാണിക്കുന്ന ഇന്നലെ കാണിച്ച കാര്യങ്ങൾ ഇന്ന് കാണിക്കുന്ന കാര്യങ്ങളെ നാളെയും ഇതെന്നുവാ അല്ലെങ്കിൽ ഇതെന്തുവാ എന്നുള്ള തരത്തിലേക്ക് ചോദ്യങ്ങൾ വരാം. ദിലീപിൻ്റെ ചിത്രത്തിലെ റൊമാൻസ് കാണുമ്പോഴൊക്കെ ഞാൻ ഉറപ്പിക്കും, പ്രായമായാൽ കൊച്ചുകുട്ടിയാവാനുള്ള വിഫല ശ്രമം കാട്ടി അപഹാസ്യനാവുകയില്ല എന്ന്. നരയില്ലാത്ത വൃദ്ധന്മാരെ കാണുമ്പോഴൊക്കെ സൈക്കിളിന് ജിപ്സിയുടെ ഹോൺ പിടിപ്പിച്ചതുപോലെ എനിക്ക് അസ്വാഭാവികത തോന്നിയിരുന്നു. ശരിയാണ്, നര ഇനിയുള്ള നാളുകളിൽ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണമേ അല്ലാതെയാവും. എന്നാലും മനുഷ്യൻ ഇത്തരം സംഘർഷങ്ങളിലൂടെ നിരന്തരം കടന്നു പോകുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടുമുണ്ട്. അത് വല്ലാത്ത അല്ലെങ്കിൽ അത്ര വലിയൊരു കാര്യമല്ലെങ്കിൽ കൂടി ഞാൻ ചെറിയ കാര്യങ്ങളിലൂടെ ഉടയ തമ്പുരാനായിരിക്കുന്നതിനാൽ തന്നെ ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റിലും മനസ്സിൻ്റെ ചില്ലകൾ ഉലയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇതിനോടൊക്കെ താതാത്മ്യം പ്രാപിക്കുമെങ്കിലും ഇത് നമ്മുടെ മനസ്സുകളെ അല്ലെങ്കിൽ മധ്യാഹ്നം കഴിഞ്ഞ മനസ്സുകളെ തപിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഉലച്ചുകൊണ്ടേയിരിക്കും. ഇന്നലെ ഉറങ്ങി ഇന്ന് എഴുന്നേൽക്കുമ്പോഴായിരുന്നു വൃദ്ധനാവുന്നതെങ്കിൽ മനുഷ്യനത് എങ്ങനെ ഹൃദയം പൊട്ടാതെ സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ കാലം എല്ലാ ദിവസവും ഒരു പൊടി വാർദ്ധക്യം കലർത്തി പല 100 ദിവസങ്ങൾ കൊണ്ട് ഒരു യുവത്വത്തെ വാർദ്ധക്യത്തിലേക്ക് മാറ്റിവരയ്ക്കുന്ന മന്ത്രജാലം ചിന്തിച്ചാൽ അതൊരു കവിത പോലെ മനോഹരവുമാണ്. ശരിയല്ലേ? സ്പ്ലൻഡറിൽ നടന്ന ചോക്ലേറ്റ് ചാക്കോച്ചൻ മെച്യൂരിറ്റി വന്നെന്ന് കാണിക്കാൻ തലയിൽ നരച്ച വിഗ് വെച്ച് അഭിനയിക്കാൻ തുടങ്ങുന്നു അല്ലേ? ചരമക്കോളത്തിൽ സമപ്രായക്കാരുടെ മുഖം കാണുന്നതിൻ്റെ ഇടവേള കുറഞ്ഞു വരുന്നു. ചുറ്റുമുള്ളതൊക്കെ മാറുമ്പോഴും സ്വയം വയസ്സനാവുക ഇല്ലെന്ന് നിങ്ങളും ചിന്തിച്ചിരുന്നോ എന്നെപ്പോലെ? കാര്യം ഇതൊക്കെയാണെങ്കിലും ഇപ്പോഴും വിമാനം പോകുമ്പോൾ വായും തുറന്ന് ആകാശം നോക്കി നിൽക്കുന്ന ഞാൻ ഒരൊറ്റ മീൻ വറുത്തത് എന്ന് പറയുമ്പോൾ വായിൽ വെള്ളമുറി സൈഡിൽ മാറ്റി വെച്ചല്ലേ, ഒരു മീൻ വറുത്തതും സൈഡിൽ മാറ്റി വെച്ചുകൊണ്ട് ഒരു പാത്രം ചോറുണ്ടുന്ന ആ കാലം, നാക്കിൻ തുമ്പിൽ തുപ്പല് കൊണ്ട് കുമിള ഊതുന്ന കാലം, ജീവനോടെ കൊതുകിനെ കിട്ടിയാൽ ഇന്നും ചിറകും കാലും മുറിച്ച് ചിത്രവധം ചെയ്യുന്ന
സ്വഭാവ വിശേഷം. ചോക്ലേറ്റിൻ്റെയും തൈരിൻ്റെയും കവറ് വെടിപ്പാകും വരെ നക്കിത്തിന്നുന്ന ആ കാലം. അല്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്, ഭൂമി ആരോ അതിവേഗം കറക്കി വിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഏതോ മായക്കാഴ്ചയും കണ്ട് കുറേ വർഷങ്ങൾ ഞാൻ എവിടെയോ മതിമറന്ന് നിന്നുപോയതായിരിക്കാം അല്ലേ? നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾക്ക് എത്ര വയസ്സായി?